കണ്ടിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ തിട്ടൂരത്തിന് മുഖ്യമന്ത്രി കീഴടങ്ങുന്ന കാഴ്ചയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ദുഃഖത്തോടുകൂടി കേരള ജനത കണ്ടത്. അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. കാരണം ഇതല്ല, കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി അഭേദ്യമായ ബന്ധമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ വന്ദേ മാതരം പാടുകയില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ലായിരുന്നു. പക്ഷേ മിനിങ്ങാന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് പാണക്കാട് പോയി അനുമതി മേടിച്ചിട്ടെങ്കിലും വന്ദേ മാതരം പാടാനുള്ള സാമാന്യ മര്യാദ മുഖ്യമന്ത്രി കാണിക്കുമെന്നുള്ളതാണ്. ഇന്നലെ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഓർഡർ എൻ്റെ കിട്ടിയിട്ടില്ല, ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. വന്ദേ മാതരം പാടണം നിർബന്ധമില്ല എന്ന നിലയിൽ എൻ്റെ ഓർഡർ എൻ്റെ കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ഓർഡർ ഒരു ഉദ്യോഗസ്ഥന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ആ ഉദ്യോഗസ്ഥന് പണി കാണില്ല. ഈ രാജ്യത്തിൻ്റെ ദേശഭക്തി ഗാനത്തെ അപമാനിക്കുന്ന തരത്തിൽ ആരുടെ ഭാഗത്തു നിലപാടുണ്ടായാലും അതിനെതിരെ BJP ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇന്ന് ഇതേ സമയത്ത് കേരളത്തിൽ 15,000 കേന്ദ്രങ്ങളിൽ വന്ദേ മാതരം പാടിക്കൊണ്ട് നമ്മുടെ പതാക ഉയർത്തുകയാണ്. അതുകൊണ്ട് അത് സംരക്ഷിക്കാൻ ഞങ്ങളിവിടെ ഉണ്ട്. പക്ഷേ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ മര്യാദ, ഒരു രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ അത് അനുസരിക്കാൻ കേരളത്തിനും ബാധ്യതയുണ്ട്. കേരളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറക്കരുത് എന്ന് വിനയപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, പാടിയില്ലെങ്കിൽ അത് പാടാൻ ഞങ്ങളുണ്ട്. പക്ഷേ പാടിയില്ലെങ്കിൽ ഇത് മോശമായ ഒരു മെസ്സേജാണ്. ഒരു തലമുറയ്ക്ക് തന്നെ, അടുത്തൊരു തലമുറയ്ക്ക് വളരെ മോശമായൊരു മെസ്സേജ്. കേരളത്തിൽ ഒരു പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ദേശഭക്തി തെറ്റാണെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. വന്ദേ മാതരത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ എന്താണ് വേണമെന്ന് നമ്മളൊക്കെ ഇപ്പോൾ വന്ദേ മാതരം പൂർണ്ണമായും പാടുന്ന കാര്യം പറഞ്ഞു. വന്ദേ മാതരം പൂർണ്ണമായിട്ട് അതാണ്, അത് ആലപിക്കണമെന്നല്ലേ. അല്ല, അതല്ലേ രസം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരുടെയിലായിരിക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരുടെയിലായിരിക്കുന്നത്? കോൺഗ്രസിൻ്റെ കയ്യിൽ. അപ്പോൾ വിദ്യാലയങ്ങളിൽ കുട്ടികളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ വന്ദേ മാതരം പൂർണ്ണമായും ഇപ്പോൾ എല്ലാവർക്കും ആലപിക്കാൻ പൂർണ്ണമായും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളിതൊക്കെ മുമ്പുണ്ടായിരുന്ന ആ ചെറുതായിട്ടുള്ള വന്ദേ മാതരം എല്ലാവർക്കും അറിയാം. എന്താ, നമ്മൾ സ്കൂളിലാണ് പഠിച്ചത് അല്ലേ? നമ്മൾ സ്കൂളിലാണ് പഠിച്ചേ. അപ്പോൾ ആ സ്കൂളിൽ ആലപിക്കേണ്ടതെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കുകയാണ്. അപ്പോൾ ആരാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത്? മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അജണ്ട മുഖ്യമന്ത്രി നടപ്പിലാക്കുന്നു. അതല്ല ഇത് നടന്നത്. പൊതുപരിപാടിയിൽ ആലപിച്ചില്ല, സ്കൂളിലും ആലപിക്കുന്നില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വഴി മുസ്ലിം ലീഗ് നടപ്പിലാക്കുന്ന ആ തിട്ടൂരം മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ തിട്ടൂരത്തിന് കീഴടങ്ങിയിരിക്കുന്നു, അതേ പറയാനുള്ളൂ. പക്ഷേ ഇതുകൊണ്ട് ഒന്നും തോറ്റുമടങ്ങുന്നവരല്ല ഭാരതീയ ജനതാ പാർട്ടി. രാഷ്ട്രസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദേശസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന, അതിനുവേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ ഒരടി പോലും ഈ വിഷയത്തിൽ പുറകോട്ടില്ല. പൊതുസമൂഹത്തെ ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തും. മുഖ്യമന്ത്രി ആർക്ക് അടിമപ്പെട്ടു ജീവിക്കുന്ന ആളാണ് എന്ന് ജനം തിരിച്ചറിയും വലിയ താമസമില്ല.